ഹലോ, ഇന്നേ ഞാൻ കുറച്ച് ചക്കക്കുരുവാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊന്നുമില്ല, മോൻ വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ചക്കക്കുരു വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ചക്കക്കുരു ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് കഴുകിയെടുത്ത ചക്കക്കുരുവാണ്. കുക്കറിനകത്തോട്ട് ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഒരുപാട് വേണ്ട, ശകലം ഉപ്പും കൂടെ ഒഴിച്ച് ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ വിസിൽ കേൾപ്പിച്ചിട്ട് വരാവേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളയാന്ന് പറയുമ്പം ഈ അകത്തുള്ള ബ്ലാക്ക് കളറോ ബ്രൗൺ കളർ അത് കളയണമെന്നില്ല. പുറത്തുള്ള ആ ഒരു എന്താ പറയുക, ഈ ഒരു തൊലി വെള്ള കളർ തൊലി മാത്രം നമുക്ക് കളഞ്ഞാൽ മതിയാവും കേട്ടോ. അല്ലേ, ഇതുപോലെ നമുക്ക് ഇത് മുഴുവനായിട്ടും ഒന്ന് തൊലി കളഞ്ഞിട്ട് വരാവേ. ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ നമ്മുടെ ചക്കക്കുരുവിനെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാവേ. കോഴി സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാൻ. അതെ, ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് മിക്സിയിലിട്ട് അരയ്ക്കാത്തത്, ക്രഷ് ചെയ്യാത്ത എന്താണെന്നറിയോ, ഈ ഒരു സൂത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് മേടിച്ചിട്ട് ഏകദേശം 6-7 മാസം ഇതുവരെ ഇതിനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ മിക്സിയിലിട്ട് ഇത് ക്രഷ് ചെയ്യാതെ. ഇതിൽ നല്ലത് മിക്സിയിലിട്ട് അരയ്ക്കുന്നതായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നിരാശപ്പെടണ്ട, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചൊക്കെ പോയി, സാരമില്ല. ചെറുതായിട്ട് ശരിയാവുന്നുണ്ട് കേട്ടോ. ചിലത് ശരിയാവും, ചിലത് ശരിയാവത്തില്ല എന്ന് പറയുന്നത് ഇതിനാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ട് വരാവേ. അങ്ങനെ ഇടിച്ചിടിച്ച് ചമ്മന്തി പരിവാക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ചക്കക്കുരുവിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കൂടിപ്പോയി. നമുക്ക് അത്ര ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇത് ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ചിലവാകത്തില്ല. അപ്പോൾ ശരിയായിട്ട് ഇത് നമ്മൾ ഇത് വിജയിച്ചു കേട്ടോ അവസാനം. പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. മതി. ഇത് ശർക്കരയാട്ടോ. ശർക്കര ചെറുതായിട്ട് ചിരണ്ടി വെച്ചേക്കുവാണ്. വെള്ള ശർക്കരയാണ് കേട്ടോ. നിറം കണ്ടിട്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കല്ലേ. അടുത്തായിട്ട് ഇത് ഞാൻ എടുത്തേക്കുന്നത് ചുക്ക് പൊടിയാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ചുക്ക് പൊടിച്ചതാണ്. ഇതുകൊണ്ട് ഇച്ചിരി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കുഴച്ച്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചുക്കിൻ്റെയൊക്കെ. ശർക്കരയുടെയും ചുക്കിൻ്റെയും ചക്കക്കുരുടെയും എല്ലാം കൂടെ ചേർത്ത്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സംഭവം. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഈച്ചയൊക്കെ വരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സെറ്റ് സാധനം കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ചക്കക്കുരു കിട്ടുമ്പോൾ വീണ്ടും ട്രൈ ചെയ്യാൻ തോന്നും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇത് വെച്ച് നമുക്കിനി ചക്കക്കുരു വട ഉണ്ടാക്കാം കേട്ടോ വൈകിട്ട്. അപ്പം ചക്കക്കുരു വട വേണ്ടുന്നവർ വട കഴിക്കട്ടെ. ചക്കക്കുരു ഇതെന്താ പറയണ്ടേ, പൊടി വേണ്ട, ഒരു പൊടി കഴിക്കട്ടെ. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.